എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. ഇപ്പോൾ എനിക്ക് യോഗ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ യോഗ പഠിക്കാൻ പോകുന്നുണ്ട്. എൻ്റെ കുറച്ച് വ്യൂവേഴ്സിനൊക്കെ അറിയാൻ തോന്നുന്നു. ഞാൻ യോഗ പഠിക്കാൻ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാനിപ്പോൾ യോഗ പഠിക്കാൻ പോകുന്നുണ്ട്. അതായത് മുമ്പ് യോഗയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അമൃതയിലായിരുന്ന സമയത്ത് യോഗ അവിടെ തന്നെ ഉണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ യോഗ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ച് പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും പോയിട്ടില്ല. അന്ന് അത്രയ്ക്ക് അതിൻ്റെ പ്രാധാന്യമൊന്നും അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ സമയമില്ലാത്തത് കൊണ്ടായിരിക്കാം. അന്ന് അതിലത്രയൊന്നും ഞങ്ങൾ ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ കൂടി പോയിട്ടുണ്ട്. കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് അതൊക്കെ അങ്ങ് നിർത്തിക്കളഞ്ഞു. കാരണം നമ്മുടെ സമയത്തിൻ്റെ ഇതുകൊണ്ടുകൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ എനിക്ക് വലിയ തിരക്കുകൾ തന്നെയല്ല, എനിക്ക് ഭയങ്കര ഒരു ബാക്ക് പെയിൻ ഒക്കെ വന്നിട്ടുണ്ട് മുമ്പ്. അതായത് അമൃതയിലുള്ള സമയത്ത് തന്നെ. അപ്പം ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു. അലോപ്പതി ഡോക്ടേഴ്സിനെ കണ്ടു, ആയുർവേദം ചെയ്തു, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അത് ഒരുവിധം എനിക്ക് നല്ല റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തു. നല്ലതായിട്ട് ബെറ്ററായി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഡോക്ടേഴ്സ് MRI ഒക്കെ എടുത്തപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അത്ര വലിയ പ്രശ്നമല്ല, പക്ഷേ അതിന് വലിയ സർജറി ഒന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് അത് ചിലപ്പോൾ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. പക്ഷെ അതിന് നമുക്ക് ഫിസിയോതെറാപ്പിയും പിന്നെ ആയുർവേദമൊക്കെ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, കിഴിയും അങ്ങനത്തെ കുറേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും അത്ര ഇതുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ എടപ്പള്ളി തന്നെ പോയി അവിടെയാണ് ഞാൻ ആ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തത്. നല്ല റിസൾട്ടും ഉണ്ടായി. എനിക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ആലുവയിൽ താമസമാക്കിയതിന് ശേഷം എനിക്ക് അപ്പോഴത്തേക്കും ആ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടൊരു 3-4 വർഷമൊക്കെ ആയിരുന്നു. പിന്നെയും എനിക്കിതുപോലെ ചെറുതായിട്ട് വന്നു. അപ്പോൾ ഞാൻ ആലുവയിലുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഇതുപോലെ പോയി കണ്ട് ഡോക്ടറെ കണ്ട് കിഴിയൊക്കെ ചെയ്തു. ആ പ്രാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായി. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇടക്കാലത്ത് ഇപ്പോൾ എനിക്ക് ചെറിയ ബാക്ക് പെയിനൊക്കെ വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു യോഗ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ അതിന് ട്രാക്ഷൻ ഇടണം, അങ്ങനത്തെയൊക്കെ ഇതൊക്കെ ചെയ്തു. വീട്ടിൽ തന്നെ നമുക്ക് അങ്ങനെ ട്രാക്ഷനൊക്കെ ഇടാനായിട്ട് എല്ലാം റെഡിയാക്കി അങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരുന്നു. ചെറിയ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ ഡോക്ടർ അന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ യോഗ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല, ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്ക് യോഗയ്ക്ക് പോയാലോ എന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു യോഗ ക്ലാസ് ഉണ്ട്. അപ്പോൾ കുറേ പേര് പോകുന്നുണ്ട്. ലേഡീസിനൊരു സെഷൻ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അങ്ങനെ ലേഡീസിൻ്റെ സെഷനൊന്നുമല്ല, എല്ലാ ആൾക്കാരും കുട്ടികളും വലിയ മുതിർന്നവരും ഒക്കെ ഉള്ളൊരു സെഷൻ ഈവനിങ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് അതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. അപ്പം ഞാൻ 6:30 to 7:30 ടൈം എടുത്തു. അപ്പം ഞാൻ പോയി തുടങ്ങിയിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പോയി. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലം വന്നപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഈ ലേഡീസിൻ്റെ സെഷനിലേക്ക് മാറി. അത് രാവിലെ 8:30 to 9:30. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ, കാരണം വീട്ടിലത്തെ ഇതും ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡി ആവണം, എനിക്ക് പറ്റുമോ എന്നൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്ത് കാര്യവും നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളാണെങ്കിലും കുറച്ച് പ്രായമായവരാണെങ്കിലും ഓഫീസിൽ പോകുന്നവരാണെങ്കിലും ആരാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ 8:30 ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്തു. കുഴപ്പമില്ല. സാറ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഏത് ടൈം വേണമെങ്കിലും വന്നോളൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലമില്ല. ഞാനിപ്പോൾ 8:30 ബാച്ചിൽ പോയി. ഇപ്പോൾ 8:30 ബാച്ചിലാണ് എൻ്റെ യോഗ. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആയതുകൊണ്ട് ഞാനിപ്പം ഒരു വീഡിയോ യോഗയെപ്പറ്റി യോഗയുടെ ഒരു വീഡിയോ ഒന്നും ആണെന്ന് ചെയ്യാനായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പറഞ്ഞു വന്ന
വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. ഞങ്ങൾ അമൃതയിൽ വെച്ച് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു ഈ യോഗ ഡേ. ഭയങ്കര ഇതൊക്കെ ആയിട്ട് മോർണിംഗ് തൊട്ടൊക്കെ ഓരോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന് അവരവരെയൊക്കെ വിളിക്കുകയും മെയിൽ അയക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തുപോയി. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ യോഗ ക്ലാസ്സിലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. രാവിലെ ആയതുകൊണ്ട് എനിക്ക് ഇന്നൊരു വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. എങ്കിലും ഞാനപ്പോൾ ഇന്ന് എൻ്റെ ഒരു വീഡിയോ, എൻ്റെ ഒരു വീഡിയോ എല്ലാ ദിവസവും ഇപ്പോൾ മുടങ്ങാതെ ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഇൻട്രോ എടുക്കാനായിട്ട് ഞാൻ വിചാരിച്ചപ്പോഴാണ് ഇന്ന് യോഗ ഡേ ആണല്ലോ, നിങ്ങളുമായിട്ട് യോഗയെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ യോഗ ചെയ്യാൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബാക്ക് പെയിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ടച്ച് വുഡ്. അപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ഇതുപോലെ ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ഇതൊക്കെ ഉള്ളവർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തുടക്കത്തിൽ നമുക്ക് അയ്യോ ഇത് ശരിയാവുമോ എന്നൊക്കെ തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ യോഗ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ യോഗ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും നല്ലത് തന്നെയാണ്. നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ നമുക്കതിൻ്റെ ആ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതൊരു കാര്യം. പിന്നെ അവിടെ ഇപ്പം കാല് വയ്യാത്തവരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ സാറ് ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാനിത് പ്രൊമോട്ട് ചെയ്യാനൊന്നുമല്ല കേട്ടോ, രണ്ടും ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്ക് കംഫർട്ടബിൾ, ഞാൻ ഓൺലൈൻ അല്ല ഓഫ്ലൈൻ തന്നെ നേരിട്ട് പോയി പഠിക്കുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ നോക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് ഇതാണ് കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ യോഗ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ നമ്മളുടെ എന്തെങ്കിലും കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സ്പിരിച്വലായിട്ടും പിന്നെ ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും യോഗ. അത് ഒരു സത്യം തന്നെയായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേരിപ്പോൾ ഇതിലേക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു സ്കൂളിലൊക്കെ ഇതൊരു പാഠ്യവിഷയമായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കുറേ സ്കൂളുകാരൊക്കെ ഈ യോഗ ഒരു പീരീഡായിട്ടൊക്കെ വയ്ക്കുന്നുണ്ട്, കുറേ സ്കൂളിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തൊന്നും യോഗയെ പറ്റിയൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഞങ്ങളുടെ സ്കൂളിലും ഉണ്ടായിരുന്നില്ല. അവിടെ ഡാൻസും മ്യൂസിക്കും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, സ്പോർട്സും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഡ്രില്ലെന്നൊക്കെ പറഞ്ഞ ഒരു പീരീഡ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ യോഗയൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇത് ഇപ്പോഴാണ് കൂടുതൽ പ്രചാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറ്റുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ. അതങ്ങനെ. അപ്പോൾ ഇന്ന് ഈ ലോകം മുഴുവൻ യോഗ ഡേ, അതായത് ജൂൺ 21 യോഗ ഡേ ആഘോഷിക്കുകയാണ്. അപ്പം ഞാനപ്പം വിചാരിച്ചു ഇതിനെപ്പറ്റി നേരത്തെ ഞാനിതൊന്നും പ്ലാൻ ചെയ്തൊന്നുമില്ല. അതായത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്തുമില്ല. അപ്പം ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇൻട്രോ എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഈ യോഗയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ യോഗ ചെയ്യുന്നത് നിങ്ങളെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് ഞാൻ അത്രത്തോളം ആയിട്ടില്ല. ഇപ്പം എനിക്ക് ഏറ്റവും എൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളതാണ്. സൂര്യ നമസ്കാരത്തിൽ ഞാനിപ്പോൾ അത്രയും എൻ്റെ ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക് അങ്ങനെ തുടക്കത്തിലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് അത്ര നല്ലതായിരിക്കില്ല. അപ്പം ഞാനിപ്പം ചെയറിലിരുന്നുകൊണ്ടാണ് സൂര്യ നമസ്കാരം. അങ്ങനെ ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നവർക്ക് ചെയറിലിരുന്നിട്ടുള്ള സൂര്യ നമസ്കാരമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അല്ലാതെയും അത് ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, എൻ്റെ സൂര്യ നമസ്കാരമൊക്കെ. അല്ലാതെ ഉള്ളത് മറ്റുള്ള യോഗ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ ബൈ പ്രാക്ടീസാണ് കേട്ടോ സാധിച്ചത്. തുടക്കത്തിൽ എനിക്ക് ഭയങ്കര തുടക്കത്തിൽ ചെറിയ ബോഡി പെയിനൊക്കെ തോന്നി. ബാക്ക് പെയിൻ കൂടിയോ എന്നൊക്കെ എനിക്കിങ്ങനെ ഡൗട്ട് വന്നു. പക്ഷെ അത് കുറച്ച് ദിവസങ്ങൾ പോയി അതെല്ലാം വലിയ കുഴപ്പമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.
എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അപ്പോൾ എൻ്റെ സാറും ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട്, കുറവുണ്ടോ, ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ട്രാക്ഷൻ ഇടുന്നതും നിർത്തി. മറ്റേത് മോർണിംഗ് ആൻഡ് ഈവനിങ് ഡോക്ടർ പറഞ്ഞിരുന്നു മോർണിംഗ് ആൻഡ് ഈവനിങ് ട്രാക്ഷൻ ഒന്ന് ഇട്ടോളൂ എന്ന്. അപ്പം ഞാൻ വെയിറ്റ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നിരുന്നു. ആദ്യം ഒരു 5 kg ആണ് ഇട്ടിരുന്നത്. പിന്നെ അത് 2 കാലിലും ഇടണം. അതിനുള്ള ബെൽറ്റും ട്രാക്ഷൻ്റെ സാധനങ്ങളും ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 5 kg പിന്നെ കുറച്ചത് ടോളറേറ്റ് ചെയ്യുന്ന മനസ്സിലായപ്പോൾ 5.5 kg ആക്കി, അങ്ങനെ 6 ആക്കി, 6.5 ആക്കി, 6.5 വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ ചെറിയ ഒരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ യോഗ തുടങ്ങിയതിന് ശേഷം കുറച്ച് നാളും കൂടി ഞാൻ ഈ ട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ ട്രാക്ഷൻ നിർത്തി. ഇപ്പോൾ നിർത്തിയിട്ട് ഒരു 1 month ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പം യോഗ മാത്രമേ ഉള്ളൂ. അപ്പോൾ യോഗ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് താല്പര്യമുള്ളവർ എവിടെയെങ്കിലും ഈവൻ നമുക്ക് ഓഫ്ലൈനായിട്ട് പറ്റിയില്ലെങ്കിൽ ഓൺലൈനായിട്ടെങ്കിലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നത് ശരിക്കും നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും ഒക്കെ നല്ലതാണ്. നമ്മളുടെ ഈ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് ഷുഗർ, ഡയബറ്റിക്, ഇതിനൊക്കെ നല്ലതാണ്. കാർഡിയാക്ക്, അതായത് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇത് ഒരു പരിധി വരെ ഗുണം ചെയ്യും. ഈ യോഗ പ്രാക്ടീസ് ചെയ്ത ഈ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ. പിന്നെ നീ പെയിൻ, നീ റീപ്ലേസ്മെൻറ്റ് പറഞ്ഞവർക്ക് വരെ കുറേ ആൾക്കാരുണ്ട് വരെ ഈ യോഗയിലൂടെ അവർക്ക് സർജറിയൊക്കെ ഒഴിവാക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.